ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. അതിന് വേണ്ടി സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത് റിസ്ക് പൊടിച്ചത്, പിന്നെ ചിക്കൻ. ഞാൻ 1/2 കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊക്കെ എന്താ പറയുക, അതിൻ്റെ ബോൺസൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഒരു 300-400 ഗ്രാംസൊക്കെ ചിക്കൻ. പിന്നെ പൊട്ടറ്റോ, നമ്മൾ എന്തോരം ചിക്കനാണോ എടുക്കുന്നത് അതിൻ്റെ അളവിലൊരു പൊട്ടറ്റോ. അത് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഓൾറെഡി. ചിക്കനും വേവിച്ചെടുത്തേക്കുവാണ്. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ കൂടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് പൊടീസും നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലാസ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മസാലയും ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിനേക്കാളും കൂടുതൽ ഞാൻ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് കളർ കിട്ടിയില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് മറ്റേ മുളക് പൊടി ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുരുമുളക്, ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ വരട്ടിയെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുട്ട എടുത്ത് വെക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് ബീറ്റ് ചെയ്തത്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ വേവിച്ച ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ഇപ്പം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്. കുരുമുളക് പൊടി, ഉപ്പും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുള്ളത്, ചിക്കൻ വേവിച്ച വെള്ളത്തിൽ. എന്നിട്ട് ആ പൊട്ടറ്റോയിൽ ഞാൻ വേവിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി ആ ചിക്കനിലിട്ട മസാല ഇതിനകത്ത് കിട്ടും. എങ്കിലും നമുക്ക് കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം കേട്ടോ, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാല സെറ്റായിട്ട് വന്ന ഉടനെ തന്നെ പോയിട്ട് നമ്മളത് പരത്താൻ നിൽക്കരുത്. ഞാൻ ഈ മസാല വേവിച്ചതിന് ശേഷം അത് കുറച്ച് നേരം ആറാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനത് എന്താ പറയുക കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് എടുക്കുന്നത്. കണ്ടോ, ആറി വന്നതിന് ശേഷം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തൊക്കെ വെച്ചു. സ്പൂൺ വെച്ചൊക്കെ തന്നെയാണ് ബീറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലേക്ക് ആക്കാത്തത് ഞാനൊരു കയ്യിൽ ഫോൺ ഹോൾഡ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊരു ഷേപ്പിലേക്കൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബ്രെഡ് ക്രംസിലോ, ബ്രെഡ് എടുക്കുന്നവരുണ്ട്, റസ്ക് എടുക്കുന്നവരുണ്ട്. ഞാൻ ഇവിടെ റസ്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രെഡാണെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു എന്താ പറയുക ക്രഞ്ചി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. എന്നിട്ട് പൊരിച്ചെടുക്കുക. ടേസ്റ്റി കട്ട്ലറ്റ് ഈസ് റെഡി.